മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് റദ്ദാക്കി. ഉച്ചയ്ക്ക് 12:45-ന് പൻവേലിൽ നിന്നും പുറപ്പെടേണ്ട ട്രെയിനാണ് റദ്ദാക്കിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ്, ഈ ട്രെയിൻ റദ്ദാക്കാനുള്ള കാരണം എന്താണ്? രത്നഗിരി ജില്ലയിലെ ഖേദിനടുത്തുള്ള ദിവാൻഖാവതി, വിനേരെ എന്നീ രണ്ട് സെക്ഷനുകൾക്കിടയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ട്രാക്കുകളിൽ മണ്ണ് വലിയ തോതിൽ കുന്നുകൂടി കിടക്കുകയാണ്. അത് നീക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നു. ഇതോടെ കൊങ്കൺ വഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച സമാന രീതിയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ കാരണം വലിയ തോതിൽ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഇന്നിപ്പോൾ വിവിധ ട്രെയിനുകൾ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇന്നലെ യാത്ര പുറപ്പെട്ട പല ട്രെയിനുകളും ദില്ലിയിൽ നിന്നുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ്, ഒപ്പം തന്നെ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനുകൾ, ഇതൊക്കെ തന്നെ ഇപ്പോൾ പൂനെ വഴി വഴിതിരിച്ചു വിട്ട് മഡ്ഗാവ് വഴി എത്തുന്നു. ചില ട്രെയിനുകൾ ആന്ധ്ര വഴിയും ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചില ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ന് സർവീസ് തുടങ്ങേണ്ട പല ട്രെയിനുകളും റദ്ദാക്കുകയാണ്. കേരളത്തിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് മുംബൈയിൽ നിന്നുള്ള എക്സ്പ്രസ് ആണ്. പൻവേലിൽ നിന്ന് ഉച്ചയ്ക്ക് 12:45-ന് പുറപ്പെടേണ്ട ട്രെയിനാണ്. അതിപ്പോൾ റദ്ദാക്കി എന്നതാണ് യാത്രക്കാർക്ക് വന്നിട്ടുള്ള സന്ദേശം. ഒരുപക്ഷെ വൈകിട്ടോടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. കാരണം വഴിതിരിച്ച് വിടേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെടുക്കുന്ന സമയം ഒരുപാടാണ്. കാരണം കേരളത്തിലേക്ക് ആന്ധ്ര വഴി കറങ്ങി വരാൻ സമയം ഒരുപാട് എടുക്കും. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വഴിതിരിച്ച് വിട്ടതുകൊണ്ട് സമയക്രമം പാലിക്കുന്നതിന് വലിയ തരത്തിൽ റെയിൽവേ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് സമാന സാഹചര്യത്തിൽ പോകാൻ റെയിൽവേ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ മണ്ണ് മാറ്റാൻ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് കൊങ്കൺ റെയിൽവേയും അറിയിക്കുന്നു. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.